നമസ്കാരം. സ്പോട്ട്ലൈറ്റിലേക്ക് സ്വാഗതം. ഇഡി ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ നടപടി കടുപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അക്രമത്തെക്കുറിച്ച് സംസ്ഥാനത്തോട് കേന്ദ്രം റിപ്പോർട്ട് തേടി. പോലീസ് വീഴ്ചയെന്ന ആരോപണം ശക്തമാകുന്നതിനിടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPയെ വിളിച്ചു വരുത്തി. ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ആക്രമണത്തിൽ പോലീസിന് സുരക്ഷാ വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ പറഞ്ഞു. ഇഡി സുരക്ഷ ആവശ്യപ്പെട്ടിരുന്നില്ല. ഇതുവരെ 8 പ്രതികളെ പിടികൂടി. സംഭവം എല്ലാ തരത്തിലും അന്വേഷിക്കുമെന്നും DGP പറയുന്നു. ഇതിൻ്റെ ഇഡി റെയ്ഡ് അവർ സ്വന്തമായിട്ട് ചെയ്തതാണ്. കേന്ദ്രഫലമായിട്ട് ഞങ്ങൾ കൊണ്ട് നടക്കുമ്പോഴും അതിന് പോലീസ് മനസ്സിലായിട്ടുണ്ട്, ഇങ്ങനെ അറിവുണ്ട്. അപ്പോൾ പോലീസിന് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് റെയ്ഡ് കഴിഞ്ഞ് 8 മണിക്കൂർ ശേഷമാണ് റെയ്ഡ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് അപ്പോൾ 8 മണിക്കൂർ പിന്നിടുന്നു. അപ്പോഴാണ് റെയ്ഡ് ഈ അക്രമം നടക്കുന്നത്. പോലും സ്വാഭാവികമല്ലേ പോലീസ് അതുകൊണ്ട് തന്നെ അല്ലേ അവിടത്തേക്ക് 300ഓളം പോലീസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ അവിടത്തേക്ക് പല സ്ഥലങ്ങളായിട്ട് ഈ പറ്റുള്ള സ്ഥലങ്ങളിൽ 50ഓളം പോലീസ് തീർച്ചയായിട്ടും ഇതിലെ ഈ സംഭവത്തിന് നമ്മൾ നോക്കാം. അതിലേക്ക് ആവശ്യം നടപടി സ്വീകരിക്കുന്നത്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ 8 പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളുകൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. പോലീസ് 8 പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളുകൾ അവരടക്കം ഈ വൈകുന്നേരം പോലീസിന്റെ മുന്നിൽ അവരുണ്ടായിരുന്നതാണ്. എന്നിട്ട് എന്തുകൊണ്ട് അവർ അറസ്റ്റ് ചെയ്തില്ല? പോലീസ് 8 പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളുകൾ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യും. ഇഡി റെയ്ഡിനിടെ പോലീസിനെ ആക്രമിക്കുന്ന കൂടുതൽ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ മ്യൂസിയം പോലീസ് പ്രത്യേകം FIR രജിസ്റ്റർ ചെയ്തു. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, ഒരു ദിവസം മുഴുവൻ സംഭവബഹുലമാക്കിയതാണ് ഇന്നലെ ആ അതിക്രമങ്ങളും റെയ്ഡും ഒക്കെ. ആദ്യം ഈ റെയ്ഡിന്റെ കാര്യത്തിലേക്ക് അവിടെ DGPയെ വിളിച്ചു വരുത്തി ചെന്നിത്തല കാര്യങ്ങൾ തിരക്കി പരിശോധിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞത് പോലീസിന് വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചതും. എന്താണ് മിനിസ്റ്ററിന്റെ ഓഫീസ് പറയുന്നത്? അതായത് വീഴ്ച സംഭവിച്ചു എന്ന് രഹസ്യമായിട്ടെങ്കിലും അവർ അംഗീകരിക്കുന്നുണ്ട്. ഇന്റലിജൻസ് IDGP ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിനോട് വിശദീകരണം തേടിയതിന് പിന്നാലെയാണ് പോലീസ് വീഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തലിലേക്ക് രഹസ്യാന്വേഷണ വിഭാഗം എത്തിയത്. ആ റിപ്പോർട്ട് സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുടെ അരികിലേക്ക് എത്തിയതിന് പിന്നാലെയാണ് അദ്ദേഹം പോലീസ് മേധാവിയായിട്ടുള്ള റവാഡ ചന്ദ്രശേഖരനെയും ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവ് ഹേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെയും അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് വിളിച്ചു വരുത്തി ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവങ്ങളിൽ തുടർ നടപടികൾ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ കൃത്യമായൊരു ധാരണയിലേക്ക് എത്തിയത്. അതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് നിലവിൽ 8 പേർ അറസ്റ്റിലായ കേസിൽ പ്രധാനപ്പെട്ട DYFIയുടെ നേതാക്കൾ ഉൾപ്പെടെ 3 DYFI നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ കൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഉടൻ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തിരുവനന്തപുരം ജില്ലയ്ക്കകത്തും പുറത്തേക്കും വ്യാപിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിനിടെ കോട്ടയത്ത് നിന്നാണ് ഒടുവിൽ ഈ കേസിലെ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഈ അക്രമ സംഭവങ്ങളിൽ പങ്കെടുത്ത ശേഷം ഇവിടെ നിന്ന് കോട്ടയത്തേക്ക് രക്ഷപ്പെട്ട അമലിനെയാണ് കോട്ടയത്ത് വെച്ച് പോലീസ് പിടികൂടി ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തിനകത്ത് മുഴുവൻ പ്രതികളെയും ഇതുവരെ പിടിയിലായ മുഴുവൻ പേരെയും കോടതിയിൽ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുമ്പാകെ അവർ വസതിയിൽ ഹാജരാക്കും. അങ്ങനെ റിമാൻഡിലേക്ക് പോകാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. നിലവിൽ 2 FIRകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ED ഉദ്യോഗസ്ഥരുടെ പരാതിയിലും CRPFിൻ്റെ പരാതിയിലും പോലീസിൻ്റെ പരാതിയിലും 2 FIRകൾ രജിസ്റ്റർ ചെയ്തുകൊണ്ട് BNSനെയും അതോടൊപ്പം PDPP ആക്ടിലെയും പ്രധാനപ്പെട്ട വകുപ്പുകൾ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് ഈ കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തിൻ്റെ ഇനത്തിലേക്ക് തന്നെ ഇത് പെടും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കൊല്ലട ഇവരെ എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് വാഹനങ്ങൾക്കടുത്തേക്ക് ഈ പ്രതിഷേധക്കാർ ചീറിപ്പാഞ്ഞടുത്തത് എന്ന് FIRൽ വ്യക്തമാക്കുന്നുണ്ട്. ED ഉദ്യോഗസ്ഥർ മ്യൂസിയം പോലീസിന് നൽകിയ മൊഴിയിൽ ആ കാര്യങ്ങൾ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്.
അങ്ങനെ ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഉദ്യോഗസ്ഥരെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ ജീവഹാനി വരുത്തുന്ന തരത്തിലേക്ക് പ്രകോപനം നീണ്ട വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് അവർക്കെതിരെ അടിയന്തരമായ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നിർബന്ധിതരായിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇതിൻ്റെ വിശദീകരണം സംസ്ഥാനത്തോട് തേടിയതിന് പിന്നാലെയാണ് അടിയന്തര നടപടിക്രമങ്ങളുടെ ഭാഗമായി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നീക്കം ആഭ്യന്തര വകുപ്പിൽ പുരോഗമിക്കുന്നത്. ഇന്റലിജൻസ് ADGP ആഭ്യന്തരമന്ത്രിക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ടിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെക്കുറിച്ചടക്കം വ്യക്തമായി എടുത്തു പറയുമെന്നാണ് സൂചന. ആ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഈ സംഭവത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു കടുത്ത നടപടിയിലേക്ക് കടക്കുകയെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഡാൻ, ഇപ്പോൾ കാണിക്കുന്ന ദൃശ്യം, അതായത് പോലീസിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുമുണ്ട് അതിനിടയിൽ. അതായത് ഒരു പോലീസുകാരനെ കൃത്യമായി വളരെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ, അത് ഇന്നലത്തേതാണെങ്കിൽ പോലും ഇതിൽ എന്താണ് പോലീസ് നടപടിയെടുക്കുന്നത്? പ്രത്യേകം FIR ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന് അപ്പുറത്തേക്ക് ബോധപൂർവം സംഘടിതമായൊരു നീക്കം തന്നെയാണ് ഈ പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന വിലയിരുത്തലാണ് പോലീസുള്ളത്. കാരണം ഈ 11:30-ക്ക് ശേഷം അക്രമാസക്തമായ നിലയിലേക്ക് ഈ പ്രതിഷേധം മാറുന്നത് കേരളം കണ്ടതാണ്. പക്ഷേ 300 പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രമാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി അവർ വിന്യസിച്ചിരുന്നത്. അതിനപ്പുറത്തേക്ക് പ്രതിഷേധക്കാർ റോഡിന് ഇരുവശത്തും ഈ വീടിൻ്റെ ഇരുവശങ്ങളിലും തടിച്ചു കൂടുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഒരു വശത്ത് തടിച്ചു കൂടിയ പ്രതിഷേധക്കാർക്ക് മുൻപിൽ പ്രതിരോധം തീർത്തുകൊണ്ട് പോലീസ് വലിയ ഒരു സേനാ വിന്യാസം തന്നെ അവിടെ നടത്തി. പക്ഷേ അതിനപ്പുറത്തേക്ക് കൂടി നേതാക്കൾക്ക് പിന്നിലായി വലിയൊരു വിഭാഗം പ്രതിഷേധക്കാർ റോഡിന് ഇരുവശത്തായി മാറി നിൽപ്പുണ്ടായിരുന്നു. അവരാണ് മാധ്യമപ്രവർത്തകർ ED ഉദ്യോഗസ്ഥർ പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ പകർത്താനായി മുമ്പിലേക്ക് ആഞ്ഞതിനിടയിൽ മാധ്യമപ്രവർത്തകർക്കിടയിലൂടെ ഈ പ്രതിഷേധക്കാർ കൂടി ഈ വാഹനത്തിനടുത്തേക്ക് ചീറിപ്പാഞ്ഞെടുക്കുകയായിരുന്നു. അവിടെയാണ് ഈ വടിയും കല്ലും അതോടൊപ്പം ഇഷ്ടികയും ഉപയോഗിച്ചുകൊണ്ട് വാഹനങ്ങൾ ആക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായത്. 2 വാഹനങ്ങൾക്കാണ് വലിയ തരത്തിൽ ക്ഷതം സംഭവിച്ചിരിക്കുന്നത്. ഏതാണ്ട് 3 ലക്ഷം രൂപയുടെ നഷ്ടം ഈ വാഹനങ്ങൾ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്നാണ് FIRലെ പരാമർശം. അതിന് പുറമെയാണ് ടാക്സി ഡ്രൈവർമാർക്ക് പരിക്കേൽക്കുകയും പോലീസ് ഉദ്യോഗസ്ഥർ ചികിത്സ തേടുകയുമൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ നീണ്ടത്. എന്തായാലും ഈ സംഭവങ്ങൾ വളരെ ഗൗരവത്തോടെ തന്നെയാണ് പോലീസും ഇന്റലിജൻസ് വിഭാഗവും നോക്കിക്കാണുന്നത്. ഇതിന് പിന്നിൽ ആസൂത്രിതമായൊരു നീക്കം നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള പരിശോധന ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഡാൻ, ഒരു കാര്യം കൂടി, അതായത് CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ, അവിടെ പാളയത്ത് ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിൽ അതിക്രമം നടത്തിയവർ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായ ബോധ്യമുണ്ടായിട്ടും പോലീസിന് അവരെ പിടികൂടാൻ ആ സമയത്ത് സാധിച്ചില്ല. മാത്രമല്ല, ഇപ്പോഴും 8 പേരെ പിടികൂടിയെന്നാണ് പറയുന്നത്. 8 പേരല്ലല്ലോ പോലീസിനെ തന്നെ പട്ടികയിലുള്ളത്. അപ്പോൾ കേസെടുത്തിട്ടുള്ളത് 8 പേർക്കെതിരെ അല്ലല്ലോ. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോഴും ആ അറസ്റ്റ് വൈകുന്നതിൽ എന്തായിരുന്നു DGPയുടെ പ്രതികരണം? എന്തുകൊണ്ട് ഇന്നലെ ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിൽ നിന്ന് തിരിച്ചറിഞ്ഞ ആളുകളെയെങ്കിലും കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല പോലീസിന്? അത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുകയെന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുമ്പിലേക്ക് വൻ പോലീസ് സംഘം പാഞ്ഞെത്തിയത്. പക്ഷേ ഏരിയ കമ്മിറ്റി ഓഫീസിനുള്ളിൽ കയറി അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നീക്കങ്ങളിലേക്ക് കടന്നാൽ അത് സംഘർഷ സമാനമായ സാഹചര്യം വീണ്ടും ഉണ്ടാക്കും. നിലവിൽ 2 ദിവസമായി വ്യത്യസ്തമായ 2 കാരണങ്ങളുടെ പേരിൽ പോലീസും SFI DYFI പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. അതിന് പിന്നാലെ ഇന്നലെ അങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ അത് പാളയം ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാകില്ല. അത് സംസ്ഥാന തലത്തിൽ വലിയ പ്രതിഷേധമായി പോലീസിനെതിരെ മാറുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെ ഗുരുതരമായ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കുമെന്ന ബോധ്യത്തിൽ പോലീസ് പിൻവാങ്ങുകയാണ് ചെയ്തത്. അതാണ് വസ്തുത. അതിനുള്ളിൽ പലരും ഒളിച്ചിരിപ്പുണ്ട് എന്ന പോലീസിന് രഹസ്യ വിവരം ലഭിച്ചെങ്കിലും അതിനുള്ളിലേക്ക് കയറി പരിശോധന നടത്തിയാൽ അതുണ്ടാക്കാനിടയുള്ള കൃത്യമായ പ്രതിസന്ധികളെക്കുറിച്ച് ധാരണ ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അങ്ങനെ ഒരു കടുത്ത നടപടിയിലേക്ക് കടക്കാതെ പോലീസ് പിൻവാങ്ങുകയും പ്രതികൾ സ്വമേധയാ സ്റ്റേഷനിലെത്തി ഹാജരാകുമെന്ന നേതാക്കൾ നൽകിയ ഉറപ്പ് വിശ്വസിച്ചുകൊണ്ട് അവർ അവിടെ നിന്ന് മാറുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. അങ്ങനെ 4 പേർ പോലീസ് വാഹനത്തിലേക്ക് കയറുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. മറ്റ് 2 പേരെ പോലീസ് തന്നെ ഇന്ന് പുലർച്ചെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ശേഷിച്ച ആളുകളെ പോലീസ് തന്നെ പിടികൂടട്ടെ എന്ന നിലയിലേക്ക് പാർട്ടി നേതൃത്വം എത്തി. അങ്ങനെയാണ് ഇന്നലെ അർദ്ധരാത്രി മുതൽ വ്യാപകമായ പരിശോധന തിരുവനന്തപുരത്ത് ഈ ആരോപണ വിധേയരുടെ വീടുകളിൽ പാർട്ടി ഓഫീസുകൾക്കടുത്തൊക്കെ പരിശോധന നടത്തിയത്. പക്ഷേ അതിലൊന്നും കാര്യമുണ്ടായില്ല. അവരൊക്കെ അപ്പോഴത്തേക്ക് ഒളിവിൽ പോയിട്ടുണ്ടായിരുന്നു. പ്രധാനമായി IP ബിനുവിനെയും ആറ്റുകാൽ ഉണ്ണിയെയും പാളയം സന്തോഷിനെയും പിടികൂടുന്നതിനുള്ള
പരിശോധനകളാണ് പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത്. വൈകാതെ തന്നെ ഈ കാര്യങ്ങളിൽ, അതായത് ഇവരെവിടെയാണ് എന്ന് കണ്ടെത്താൻ അടിയന്തരമായ ഒരു നിർദ്ദേശം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുണ്ട്. കാരണം രക്ഷപ്പെടാനുള്ള സാധ്യത, അതിനുള്ള അവസരം ഇല്ലാതാക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടും അവർ ഒളിവിൽ പോയത് എങ്ങനെയെന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് പോലീസ് വീഴ്ച ആരോപിക്കപ്പെടുന്നത്. അതായത് മുൻപിൽ നിന്ന് ഈ പ്രതിഷേധങ്ങൾ നയിച്ചത് ആരൊക്കെയാണെന്ന് പോലീസിന് അറിയാമായിട്ടും കൃത്യമായ ഇടപെടൽ നടത്തി അവരെ തടയാൻ കഴിയാതെ പോയത് ഗുരുതരമായ വീഴ്ചയാണ് എന്നാണ് ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ. റൈറ്റ്, ഡാൻ കുര്യനാണ് വിവരങ്ങളുമായി ചേർന്നത്. എന്താണെങ്കിലും വലിയ പ്രതിഷേധം, ആ പ്രതിഷേധത്തിൻ്റെ ഇടയിലുണ്ടായ പോലീസിൻ്റെ വീഴ്ച, പോലീസിനെ തന്നെ ക്രൂരമായി കൂട്ടമായി വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരിക, DGPയുടെ പ്രതികരണം, അതിനിടയിൽ കേന്ദ്ര സർക്കാർ കാര്യങ്ങൾ കൂടുതൽ കടുപ്പിക്കുകയാണ്, റിപ്പോർട്ട് തേടിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇതിനിടയിൽ DGPയെ വിളിച്ചു വരുത്തി ഈ ആക്രമണത്തിൽ പോലീസിൻ്റെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം ചർച്ച ചെയ്തു എന്നാണ് വ്യക്തമാവുന്നത്. DGP ആഭ്യന്തരമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാണെങ്കിലും വലിയ തോതിൽ ചർച്ചയാവുകയാണ് ഇന്നലെ CPM പ്രവർത്തകർ നടത്തിയ അതിക്രമം, ED ഉദ്യോഗസ്ഥർക്കെതിരെ അവരുടെ കാറുകൾ തകർത്തത്, അതിനുശേഷം അതിനിടയിൽ പോലീസുകാരെ പോലും മർദ്ദിക്കുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞത്. മാസപ്പടി കേസിൽ കരിമണൽ കർത്തയുടെ ഡയറിയിലെ വിവരങ്ങളിലേക്ക് ED കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.